ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 0 to 7 ഇയേഴ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിന് പീസ്ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലീപ്പാണ്. നന്നായിട്ട് ഉറക്കം കിട്ടണം. ഓക്കെ, ഒരു മിനിമം 10 hours എങ്കിലും നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറക്കം കിട്ടണം. എന്ന് വെച്ചാൽ നേരത്തെ 9 മണിയൊക്കെ രാത്രി 9 മണിയാകുമ്പോൾ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ രാവിലെ 7 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു റൊട്ടീൻ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരണം. ഇപ്പം ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ട് എഴുന്നേൽക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ലീപ്പിൻ്റെ ഒരു ടൈം ടേബിൾ കൊണ്ടുവരണം. അപ്പോൾ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ടാൻഡ്രംസ് കാണിക്കും, വാശി കാണിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേബീസിൻ്റെ ബിഹേവിയേഴ്സിൽ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാം എൻവയോൺമെൻറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡാഡ് മമ്മി എല്ലാവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ക്വാളിറ്റി ടൈമിങ്. എന്ന് വെച്ചാൽ ചുമ്മാ സില്ലിയായിട്ട് ഡാൻസ്, ഒരു പാട്ട് ഡാൻസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു പില്ലോ ഫൈറ്റ്, അല്ലെങ്കിൽ ക്യാച്ച് ആൻഡ് ക്യാച്ച്, പിക്കാബോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കളികൾ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുമ്പോൾ എല്ലാവരും ആ ഒരു ഫാമിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ആ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആ വീട്ടിലെ ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തിനൊക്കെ ഒരുപാട് നല്ലതായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്രീ പ്ലേ ടൈം. എല്ലാ ദിവസവും ഒരു മിനിമം 1 hour കുഞ്ഞുങ്ങളെ വെളിയിൽ കളിക്കാൻ നമ്മൾ അനുവദിക്കണം. എന്നുവെച്ചാൽ മണ്ണിലും ഓടാനും ചാടാനും വെളിയിലത്തെ ആക്ടിവിറ്റീസ് വേർക്കാനും ഒക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. കുറേ ബെനിഫിറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിക്ക് നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഹോം മെയ്ഡ് ഹെൽത്തി ഫുഡ് ബേബിക്ക് കൊടുക്കുക. ഹൈ ഷുഗർ കണ്ടൻറ്റും ഒക്കെയുള്ള പാക്കേജ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. വീട്ടിലുണ്ടാക്കിയ നല്ല ഫുഡ് തന്നെ കൊടുക്കുക. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് റിതം ഇൻ ദി റൂട്ടീൻ. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പക്ഷെ നമ്മളത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇന്ന് 9 മണിക്ക് ഉറങ്ങി, നാളെ രാത്രി 10 മണിക്ക് ഉറങ്ങി, പിന്നെ അടുത്ത ദിവസം അത് 1 o'clock ആയി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഷോക്ക്ഡ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 തിങ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഹോപ്പ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു.